എല്ലാവർക്കും നമസ്കാരം. മധു, ഒരു നമസ്കാരം പറഞ്ഞേ. നമസ്കാരം. ഞങ്ങളെന്നുള്ളതേ കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തുള്ള മലമേൽ എന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ടൂറിസം മേഖലയാണ്, ഇല്ലേ? പിന്നെ അതിലുപരി അതിപുരാതനമായൊരു ക്ഷേത്രമാണ് നമ്മുടെ ബാക്കിലുള്ളത്. അതിൻ്റെ ആൽത്തറയാണത്. മഹാദേവനും വിഷ്ണു ചൈതന്യവും ചേർന്ന ഒരു ക്ഷേത്ര ആരാധന കേന്ദ്രമാണിത്. അവിടെ വെച്ചാണ് ഞാൻ, കാരണം കഴിഞ്ഞ ഒരു മാസം ഞാൻ മധുവിന് വെച്ചൊരു 4 വീഡിയോ ചെയ്തിരുന്നു. ഈ 4 വീഡിയോയും ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. അത് എൻ്റെ വീഡിയോയിലുള്ള സ്വീകാര്യതയല്ല, ഒരു കലാകാരനുള്ള സ്നേഹമാണ്. ആ കലാകാരനുള്ള സ്വീകാര്യതയാണ് ആ വീഡിയോയിലൂടെ കണ്ടത്. എന്താ മധു? അല്ലെ, ഞാൻ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ കുറച്ച് പേര് കാണുന്നല്ലോ. അവര് നല്ലത് പറയുന്നവരും എൻ്റെ ചെറിയ കാര്യങ്ങൾ വിമർശിക്കുന്നവരും എല്ലാം വേണം. നല്ലത് പറയുന്നവരും വിമർശിക്കുന്നവരെല്ലാം വേണം. അവരെല്ലാം കൂടെ എന്നെ സ്വീകരിച്ചല്ലോ. ആ ഒരു സന്തോഷം, അതായത് ഇപ്പം ഞാൻ ഈ മലമല്ലി ക്ഷേത്രത്തിൽ നിന്ന് പറയുകയാണ്. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ രാവിലെ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴാണ് അണ്ണനെ കാണുന്നത് തന്നെ. അണ്ണൻ്റെ വന്നു. അപ്പം ഞാൻ മനസ്സ് തുറന്ന് തൊഴാൻ വന്നതാണ്. അപ്പോൾ മനസ്സ് തുറന്ന് എന്നെ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുക. മധു, അത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ഒരു സ്വീകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് ബഹുഭൂരിപക്ഷം ആൾക്കാർ അല്ല, കണ്ടവരെല്ലാവരും മധു വീണ്ടും കലാഫീൽഡിലേക്ക് തിരിച്ചു വരണം, അരങ്ങിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ ചാനലുകൾ, വിവിധ ചാനൽ മധുവിൻ്റെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഒറ്റ ചാനലുകളും മലയാളത്തിലില്ല. എല്ലാ ചാനലിലും മധുവിൻ്റെ മുഖം മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. മധു മലയാളികളെ, അതായത് ലോകത്ത് എവിടെല്ലാം മലയാളികളുണ്ടോ അവർക്കെല്ലാം മധു സുപരിചിതനാണ്. മധു അവരെ സന്തോഷിപ്പിച്ചിട്ടുള്ള ആളുമാണ്. അല്ല, ഞാൻ പറഞ്ഞെ ചാനലുകൾ പിന്നെ എന്നെ സ്വീകരിക്കുക, പിന്നെ സിനിമ സീരിയൽ അത് സ്വീകരിക്കുക, അത് വലിയ ഇതാണ്, പിന്നെ സന്തോഷമുള്ള കാര്യമാണ് സ്വീകരിച്ചാൽ. പക്ഷേ കല എന്ന് പറയുന്നത് എൻ്റെ ജന്മനാ കിട്ടിയാണ്. അത് മരണം വരെ എൻ്റെ കൂടെ കാണും. കാരണം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഒരു കോൽക്കളിയായിരുന്നു, നാടൻ പാട്ടുകാരനായിരുന്നു, തിടുമ്പ് നൃത്തം. അങ്ങനെ ആദ്യകാലത്ത് ഞാൻ പഠിച്ചു തുടങ്ങിയ കാലത്താണ് തിടുമ്പ് നൃത്തം എന്ന് പറയുന്നത് ഒരു നാടൻ കലാരൂപമാണ്. വെച്ചാൽ അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു കലയാണ്, ക്ഷേത്രകലയാണ്. അതുപോലെ കോൽക്കളി, പിന്നെ അതിൽ ഒരുപാട് ശിക്ഷകണങ്ങൾ അച്ഛനുണ്ട്. അപ്പൊ അച്ഛൻ പാട്ട് പാടും. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ വരെ പഴയ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഹാസ്യകല പ്രകടനം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് ജനറ്റിക് ആണ്, ഈ പാരമ്പര്യം, ഈ ഒരു കല. നിങ്ങൾ എല്ലാവരും പറയുന്നല്ലോ ഞാൻ ചാനലിൽ പിന്നെ ഒരുപാട് ചെയ്തിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ കുഞ്ഞുനാളിൽ അന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദൂരദർശനിൽ എൻ്റെ അച്ഛനാണ് ആദ്യം ദൂരദർശൻ പ്രോഗ്രാം ചെയ്തത്, ഈ തിടുമ്പ് നൃത്തവും. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ചാനലിൽ മുഖം കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ വഴികാട്ടിയായിരുന്നത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ആ ഒരു ബ്ലഡ് ചിലപ്പോൾ സിനിമയോ സീരിയലോ പിന്നെ ചാനലോ അത് നാളെയോ മറ്റന്നാളോ വരുമായിരിക്കാം. അത് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ മരണം വരെ എൻ്റെ ബ്ലഡിൽ ആ കലയുണ്ടാവും, മരിച്ചു കിടക്കുന്നവരെ. അത് നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. കല എന്നിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. അത് ഇൻബോൺ ആണ്. അത് നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ളതാണ് ഈ കലയെന്ന് പറയുന്നത്. ഈ നമ്മൾ ഈ കലാവാസന ജന്മന ഇല്ലാത്തവര് ഈ കലാകാരന്മാരായിട്ട് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരിക്കലും നമുക്ക് പബ്ലിക്കുമായിട്ട് അവരുടെ പ്രകടനങ്ങൾ സിങ്ക് ആവത്തില്ല. ഇത് ജന്മസിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനല്ല, അത് നാച്ചുറലായിട്ട് വരുന്ന സംഭവമാണത്. സിങ്ക് ആവത്തെന്നല്ല, അവരെ അങ്ങനെയല്ല പറയണ്ട. അവരുടെ ഒരു ആവേശം, അതായത് അവരുടെ ഒരു പിന്നെന്താ പറയുന്നത്, ഒരു പാഷൻ. അപ്പം അവരെ നമ്മൾ അംഗീകരിക്കുക ചെയ്യണം. തീർച്ചയായിട്ടും അവരെ നമ്മുടെ കൂടെ നിർത്തിയാണ് ചെയ്യേണ്ടത്. അല്ല, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്ന ഒരു കലാകാരന് മാത്രമേ പറ്റൂ. ഞാനൊരു കലാകാരനല്ലാത്തതുകൊണ്ടാണ് ഞാൻ സിങ്ക് ആവത്തില്ല എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു പാഷൻ കൊണ്ട് ഈ രംഗത്തേക്ക് വരുന്നവരുണ്ട്, അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കലാപ്രകടനങ്ങളിലേക്ക് വരുന്നവരെല്ലാം പാഷൻ കൊണ്ട്. പക്ഷെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കലാകാരന് മാത്രമേ പറ്റൂ. ഞാൻ കലാകാരനല്ലാത്തത് കൊണ്ടാണ് ഞാൻ സിങ്ക് ആവത്തില്ലെന്ന് പറഞ്ഞത്. അപ്പൊ സോറി, എന്റെ ആ ഒരു വീഴ്ച മനസ്സിലാക്കുന്നു. അല്ല, അത് തെറ്റല്ലേ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. താങ്കൾ കലാകാരനാണല്ലോ, ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു കലയല്ലേ, കേൾക്കാൻ കഴിയുന്ന ഒരു കലയല്ലേ. അപ്പം ഒരാളുടെ കല ആസ്വദിക്കുന്നത് തന്നെ ഒരു കലയല്ലേ. ഒരു കലാകാരനല്ലേ ഒരു കല ആസ്വദിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കല എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ജനിക്കുന്ന കുഞ്ഞിൽ ആ കരച്ചിൽ തന്നെ ഒരു കലയല്ലേ.
മധു, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മധുവിനെ വെച്ച് 2 വീഡിയോ ചെയ്യുന്നത്. അല്ല, അതിന് മുൻപ് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ 1 വർഷം കൊണ്ട് മധുവിനെ കാണാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഞാൻ വരുമ്പോഴൊന്നും ഒരു സ്ഥലത്ത് വരുമ്പോൾ പറയും മധു ഇവിടെ ഉണ്ടായിരുന്നു, പോയി, മറ്റെന്തോ അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞാൻ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാം. അതുപോലെയായിരുന്നു. മധുവിനെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യമാണ് ഞാൻ നിലവിൽ തിരുവനന്തപുരത്താണ്. അവിടെ ഞാൻ വന്നു മധുവിനെ കാണാനായിട്ട് വരുന്ന പറഞ്ഞാൽ മധുവിൻ്റെ കലാകാരനെ കാണാനായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞത് നമ്മുടെ തടിക്കാടിനടുത്തുള്ള ക്ഷേത്രം ഉണ്ടല്ലോ, അവിടുത്തെ ഉത്സവത്തിനാണ് ഞാൻ മധുവിനെ കണ്ടത്. അയ്യപ്പ ക്ഷേത്രത്തിൽ 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഈ 2 വീഡിയോ മധു ഒന്ന് കുതിരവട്ടം പപ്പുവിനെയും ചെയ്തു, പിന്നെ വേറെ ആരെയും ചെയ്തു, പ്രകാശ് രാജ അല്ല ബിനു ചക്രവർത്തിയും ചെയ്തു. പക്ഷെ ഇത് രണ്ടുപേരും ഈ 2 കഥ അല്ല, അതിൽ തന്നെ ഒരു പിന്നെ പലരും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടറിയാം. പബ്ലിക്കിലായിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പബ്ലിക്കിലായിട്ട് ചെയ്യാൻ പാടില്ല. ഒരു കലാകാരന് പബ്ലിക് ഏതാ രഹസ്യം, ഒരു രഹസ്യങ്ങൾ ചൂഷണം, രഹസ്യമായിട്ട് നടക്കുന്നവൻ കലാകാരനല്ല, എല്ലാം തുറന്നു പറയുന്നവൻ കലാകാരൻ. അതെ. ഇപ്പം ഞാൻ പാട്ടുകാരനാണ്. ഞാൻ ഒരു AC റെക്കോർഡിംഗ് റൂമിൽ ഞാൻ പാടുമെന്ന് വാശി പിടിക്കുന്നവൻ കലാകാരനല്ല. ഞാനൊരു നടനാണ്. ഞാൻ ഏതെങ്കിലും 10,000-കണക്കിന് ആൾക്കാരിരിക്കുന്ന ഒരു സദസ്സിന് മുന്നിലേ ഞാൻ അഭിനയിക്കുമെന്ന് പറയുന്നവൻ ഞാൻ കലാകാരനല്ല. അല്ലെങ്കിൽ ഞാനൊരു കോമഡി ചെയ്യുന്നവനാണ്, ഹാസ്യങ്ങൾ ചെയ്യുന്നൊരുത്തനാണ്. ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയാണ്, പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. കാരണം കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു സ്വത്താണ്, മനസ്സിലായില്ലേ? അത് ഈശ്വരൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ജന്മങ്ങളാണ് കലാകാരന്മാർ. കാരണം അത് ഈശ്വര സൃഷ്ടി എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കലാകാരന്മാർ. അതുകൊണ്ടാണ് അവർ പൊതു സ്വത്തെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായും. അപ്പോൾ മധുവിൻ്റെ ഒരു നന്മയാണ് ഞാനവിടെ കണ്ടത്. കാരണം ഞാൻ അവിടെ ആ ഉത്സവപ്പറമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, മധു ഒരു നടനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ മധു യാതൊരു മടിയും കൂടാതെ ആദ്യമൊക്കെ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് മധു ചെയ്ത് കുതിരവട്ടം പപ്പൂനെ അനുകരിച്ചു, ഷിബു ചക്രവർത്തി. പക്ഷേ അതൊക്കെ വളരെയേറെ ജനങ്ങൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു നന്മയ്ക്ക് ഞാൻ നമിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിരത്തിൽ വെച്ചിട്ട് അത് ചെയ്യുക. പലരും അതിനെ വിമർശിച്ചു, എന്തിനാണ് അവിടെ ചെയ്തതെന്ന്. പക്ഷെ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെയാണ്. കലാകാരൻ ഞാൻ ഇന്നടുത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുള്ള ആ തെറ്റായൊരു ധാരണയാണ്. തെരുവിൽ പാടേണ്ട ആളും കൂടെയാണ് കലാകാരൻ. കാരണം തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കപ്പെടും. അങ്ങനെ ഒരു വിമർശനവും നമ്മുടെ ആസ്വാദകരുടെ ഇടയിലുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി. അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞ കാര്യം അവർക്ക് ഒരിക്കലും ഞാൻ ഒന്നും പറയില്ല. കാരണം അണ്ണം പറയും പോലെ പബ്ലിക് പ്രോപ്പർട്ടി ആണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ. പബ്ലിക് പ്രോപ്പർട്ടി ആണ്. അപ്പൊ അഭിപ്രായം പറയാൻ, വിമർശനം പറയാൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷെ അതിര് കിടക്കരുത് എന്നാണ് എന്റെ സ്വന്തം. അച്ഛനും അമ്മയും മക്കളെ ഉപദേശിക്കാം അല്ല, പക്ഷെ അറം പറ്റുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ബന്ധത്തിന് ചെറിയൊരു കോട്ടം വരും. ഇല്ല, അത് നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് ഒരുത്തിനെ വളർത്താനും തളർത്താനും പറ്റും. തീർച്ചയായും കൊല്ലാൻ പറ്റുമല്ലോ ഒരാൾ മനുഷ്യൻ. നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ 1.6 മില്യൺ ആൾക്കാരാണ് കണ്ടത്. അതുപോലെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്ത വീഡിയോസ് ആൾക്കാരെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. എന്നാ ഞാൻ ഒരു വീഡിയോ പിന്നെ മില്യനോ അല്ലെങ്കിൽ ഡബിൾ മില്യനോ 10 മില്യനോ കാണുന്നതിലല്ല, അത് 3 പേര് കണ്ടാലും മതി. ആ 3 പേര് ഒരു നല്ല കൊള്ളാം അല്ലെങ്കിൽ നല്ല ആ ഒരു അഭിപ്രായം മാത്രം. അതിലേക്കാണ് ഞാൻ വരുന്നത്. വാക്കുകൾ കൊണ്ട് ഒരുത്തിനെ തളർത്താൻ പറ്റും, വളർത്താനും പറ്റും. നമ്മൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ വാക്കുകൾ നല്ല വാക്കുകൾ എങ്ങനെ മധു എന്ന കലാകാരന് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. അപ്പം അതിലേക്ക് വരണമെന്നുള്ളതാണ് അല്ലേ? ഇപ്പം നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള മലയാളികൾ മധുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. മധുവിൻ്റെ സ്കിറ്റുകൾ കാണാത്തവർ വളരെ കുറവായിരിക്കും. അവരെല്ലാം മധു അങ്ങനെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് നമ്മുടെ മലയാളത്തിലെ ഒരു അമരീഷ് പുരി ആയിരുന്നു നമ്മുടെ അച്ഛൻ കുഞ്ഞ് എന്നുള്ള മഹാനടൻ. ഒരു നോട്ടം കൊണ്ട് പോലും, ഒരു സിനിമയിലെ ഒരു നോട്ടം കൊണ്ട് പോലും അദ്ദേഹത്തെ കണ്ടിരിക്കുന്നതിനെ മുള്ളിക്കാൻ കഴിയുന്ന അത്ര പവറായിരുന്നു അദ്ദേഹത്തിൻ്റെ, തീഷ്ണമായിരുന്നു അതിൻ്റെ നോട്ടത്തിനൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ ഒരു നോട്ടം കൊണ്ട് തന്നെ മലയാളികളെ കുടുകുടാ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനും കൂടിയുണ്ട്. ആരാണ്?
ഇല്ല. അത് പിന്നെ എന്തിനാ പറഞ്ഞാൽ പോലെ. അങ്ങനെ അത് രണ്ട് പ്രതിഭകളാണ്, രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള രണ്ട് പ്രതിഭകളാണ്. പക്ഷെ എനിക്ക് വേണമെങ്കിലേ ഒരു സമൂഹത്തെ കരയിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് കരയിപ്പിക്കാൻ പറ്റും. തീർച്ചയായും പറ്റും. ഒരു വ്യക്തിയെ പോലും എനിക്ക് ചിരിപ്പിക്കാൻ കഴിയില്ല. ചിരിപ്പിക്കാൻ കഴിയുന്ന ആർക്കാണ്? എൻ്റെ കലാകാരനാണ്. അവിടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ജന്മങ്ങളാണ് കലാകാരന്മാരെന്ന് പറയുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തത് നമ്മുടെ എന്നാണ് ഈസ്റ്ററിനാണ്. മധുവിനെ വെച്ചൊരു വീഡിയോ ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഈസ്റ്റർ എന്നൊക്കെ പറയുന്നപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയുടെ ലോകത്തൊന്നും ദൈവത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതുപോലെ ആ വീഡിയോ മധു എന്ന കലാകാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എഴുന്നേൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ പിന്നെ ഉണ്ടെന്നാ മധു വരും. പിന്നെ ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാം. വരാനല്ലേ ഒരു റിയാലിറ്റി ഷോ ചെയ്യാൻ നേരത്ത് അതിൽ 1ാം സമ്മാനം മേടിക്കാനല്ലേ എല്ലാവരും ശ്രമിക്കുക. അതിന് തോറ്റു പിന്മാറുമ്പം എല്ലാവരും പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ആ കുഴപ്പമില്ല ഇവിടം വരെ എത്തിയല്ലോ, അത് തന്നെ ഭാഗ്യം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ചുമ്മാ പറയണം. അങ്ങനെയൊക്കെ എല്ലാവരും ഒന്നിലേക്ക് ഇറങ്ങും. ജോലിക്കായാലും മറ്റു കാര്യങ്ങൾക്ക് ഏത് മേഖലയിലായാലും അത് ഇറങ്ങുമ്പോൾ അതിലൊരു വിജയം ഉണ്ടാകണേ, അതിൽ ഒന്നാമതാകണേ ആഗ്രഹിക്കുന്നത്. പിന്നെ നഷ്ടപ്പെടുന്നതും വഴിയിലാകുന്നതൊക്കെ ദൈവത്തിന്റെ വിധിയും നമ്മുടെ കർമ്മദോഷവും. അത്രയേ ഉള്ളൂ. മധു, പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടെ ഞാനിപ്പം മധുവിനെ അതറിയിക്കാനായിട്ട് തന്നെ വന്നത്. മലയാളത്തിലെ ഒട്ടനവധി പ്രതിഭകൾക്ക് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അവസരം കൊടുത്ത കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു സമിതി മധുവിന് തിരിച്ചു വരാനുള്ളൊരു അവസരം ഒരുക്കാൻ തയ്യാറാണ്. ആ വിവരം അറിയിക്കാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത്. തീർച്ചയായും താങ്ക് യു. സന്തോഷം. നമുക്ക് ഇനിയും തിരിച്ചു വരണം. കലാലോകം ഇപ്പോഴും മധുവിൻ്റെ മുന്നിൽ ഇങ്ങനെ വിശാലമായി തുറന്നു കിടക്കുകയാണ്. മധു വരണം കേട്ടോ. മധുവിൻ്റെ കലാകാരനെ മലയാളികൾക്ക് വേണം. ഓക്കെ, താങ്ക് യു.